മക്കൾസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ നൂഡിൽസ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കൊഴിഞ്ഞു പോവാതെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാനുള്ള എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് വലിയൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളക്കാനായിട്ട് വെക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നൂഡിൽസ് വേവിക്കാൻ വെക്കുക. പൊതുവേ എല്ലാവരും ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ് യൂസ് ചെയ്യാൻ വീട്ടിൽ. പക്ഷേ നമ്മളെപ്പോഴും റെസ്റ്റോറൻറ്റിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് സ്പെഗറ്റി ആണ് യൂസ് ചെയ്യാൻ. അതാകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ലോങ് ടൈപ്പ് സ്പെഗറ്റി ആണെങ്കിൽ 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. സ്പെഗറ്റി വേവുന്ന സമയത്ത് എല്ലില്ലാത്ത ചിക്കന് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം സോയാ സോസ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഉപ്പ് ഇവ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. സ്പെഗറ്റി കറക്റ്റായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിവാക്കുന്ന സമയത്ത്, വെള്ളം ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിൽ കുറച്ച് തണുത്ത വെള്ളമോ പച്ചവെള്ളമോ ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് സോയ സോസ് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങളത് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം കേട്ടോ ഉപ്പ് ചേർക്കാവും, കൂടുതലായി പോകരുത്. ഈ ഒരു രീതിയിൽ ചിക്കൻ പൊരിഞ്ഞ് വന്നാൽ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള വലിയൊരു സവാള ചേർത്ത് കൊടുക്കുക. വലിയ ഉള്ളിയാണ്. അതും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിൽ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 കളറിലുള്ള ക്യാപ്സിക്കാണ് ചേർത്തിട്ടുള്ളത്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരുപാടങ്ങ് കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി കേട്ടോ. ഒന്നങ്ങ് ആ ഒരു പച്ച ചുവ മാറി കിട്ടിയാൽ മതി. വെജിറ്റബിൾസ് കറക്റ്റായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം സോയാ സോസും 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാം അളവിൽ സ്പെഗറ്റിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവാണ് പറയുന്നത്. കുറച്ച് കുരുമുളക് പൊടിയും സ്പ്രിംഗ് ഒനിയനും അതേപോലെ തന്നെ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് നൂഡിൽസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് സ്പെഗറ്റി യൂസ് ചെയ്തെന്ന് കരുതി നിങ്ങളെല്ലാവരും സ്പെഗറ്റി പാക്കറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നൂഡിൽസിൻ്റെ പാക്കറ്റ് തന്നെ വാങ്ങിക്കാൻ കിട്ടും. 2 മിനിറ്റ്സ് നൂഡിൽസ് അല്ല കേട്ടോ, അല്ലാത്ത പാക്കറ്റ് നൂഡിൽസ് വാങ്ങിക്കാൻ കിട്ടും റെസ്റ്റോറൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപയോഗിച്ചും തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.